ലോകത്തിലെ 7 അദ്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ. ശാശ്വത സ്നേഹത്തിന്റെ അടയാളമായി ഉയർന്നുനിൽക്കുന്ന ഇന്ത്യയുടെ അഭിമാനം. ആഗ്രയിൽ യമുനാനദിക്കരയിൽ തെളിഞ്ഞു നിൽക്കുന്ന ഈ അദ്ഭുത നിർമ്മിതിയിലേക്ക് ഒരു 3 മിനിറ്റ് യാത്രയ്ക്ക് ഒരുമിച്ചേരാം. മുഗൾ ചക്രവർത്തി ഷാജഹാൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മുംതാസ് മഹലിന്റെ അനുസ്മരണയായി പണികഴിപ്പിച്ച സ്മാരകമാണ് താജ്മഹൽ. 1632-ൽ ആരംഭിച്ച ഈ നിർമ്മാണം പൂർത്തിയാകാൻ 22 വർഷത്തിലധികം എടുത്തു. 20,000-ത്തിലധികം കലാകാരന്മാരും ശില്പശാലക്കാരും ചേർന്ന് നിർമ്മിച്ച ഈ സ്മാരകം ഇന്നും ലോകത്തിന് അഭിമാനമായ ഒരു കലയാണ്. താജ്മഹലിന്റെ ആകാശത്തെ തൊടുന്ന ഗുംബാദ്. 4 ഭാഗത്തും സമമാനം നിൽക്കുന്ന മിനാരങ്ങൾ. വെള്ള മാർബിളിൽ പകർത്തിയ വിലയേറിയ രത്നങ്ങളുടെ ഇൻലേ വർക്ക്. ഇവയെല്ലാം താജിനെ യഥാർത്ഥ കലാസൃഷ്ടിയായി മാറ്റുന്നു. ഗേറ്റിൽ നിന്നു നോക്കുമ്പോൾ സ്മാരകത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒരേപോലെ കൃത്യമായി നിരത്തി നിൽക്കുന്ന കാഴ്ച അത്ഭുതകരമാണ്. താജിന്റെ ഉള്ളിലേക്ക് കടന്നാൽ കാണുന്ന പ്രധാന ആകർഷണം ഷാജഹാനും മുംതാസ് മഹലിന്റെയും സ്മാരകകബറുകളാണ്. ഇവിടെ നാം കാണുന്നത് മനോഹരമായി കൊത്തിയ റീപ്ലിക്കകൾ മാത്രം. യഥാർത്ഥ കബറുകൾ താഴത്തെ ഘട്ടത്തിലാണ്. അകത്തളത്തിലെ പർഷ്യൻ കലിഗ്രഫി, മാർബിൾ മതിലുകൾ, പ്രകാശം പതിക്കുന്നതോടെ മാറുന്ന നിറങ്ങൾ എല്ലാം ചേർന്ന് ഒരു ദിവ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. താജ്മഹൽ ഒരു സ്മാരകം മാത്രമല്ല, മരണത്തെയും കാലത്തെയും തരണം ചെയ്യുന്ന ഒരു പ്രണയകഥയാണ്. പ്രഭാതത്തിൽ സുവർണ്ണ നിറവും സന്ധ്യയിൽ ചെമ്പൻ ചായവും ചന്ദ്രപ്രകാശത്തിൽ വെള്ളി തിലക്കവുമായി മാറുന്ന അതിന്റെ സൗന്ദര്യം ശ്വാസം പിടിപ്പിക്കുന്നതാണ്. ചുറ്റുമുള്ള 4 മിനാരങ്ങളും അല്പം പുറത്തേക്ക് ചായ്ച്ചിരിക്കുകയാണ്. ഭൂകമ്പമോ നാശനഷ്ടമോ സംഭവിച്ചാൽ അവ പ്രമാണ കബറിടത്തിലേക്ക് വീഴാതിരിക്കാനുള്ള മുൻകരുതൽ. താജിനെ ചുറ്റിപ്പറ്റുന്ന ഗാർഡൻ പർഷ്യൻ ശൈലിയിലുള്ള ചതുരാകാര ഉദ്യാനമാണ്. ജലം, പ്രകൃതി, സ്വർഗം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന രീതിയിലുള്ളതാണ് ഈ ഉദ്യാനം. മധ്യഭാഗത്ത് ജലകാൽവയും അതിൽ പ്രതിഫലിക്കുന്ന താജിന്റെ രൂപവും ലോകപ്രശസ്തമാണ്. യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇതാകുന്നു പ്രണയത്തിന്റെ ശാശ്വത പ്രതീകം താജ്മഹൽ. താജ്മഹലിലേക്കുള്ള പ്രവേശനം സൂര്യോദയത്തിന് 1 മണിക്കൂർ മുമ്പ് ആരംഭിച്ച് സൂര്യാസ്തമയത്തിന് 45 മിനിറ്റ് മുമ്പ് വരെ ലഭ്യമാണ്. ഇന്ത്യക്കാരുടെ ടിക്കറ്റ് നിരക്ക് 50 രൂപ ആണ്. പ്രധാന ഗോപുരത്തിൽ പ്രവേശിക്കാൻ 200 രൂപ അധികമായി അടയ്ക്കണം. സന്ദർശകർ കൂടുതലായി ഉപയോഗിക്കുന്നത് കിഴക്കൻ വാതിൽ, ഈസ്റ്റ് ഗേറ്റ്, പടിഞ്ഞാറൻ വാതിൽ, വെസ്റ്റ് ഗേറ്റ് കളുമാണ്. അതേസമയം തെക്കൻ വാതിൽ, സൗത്ത് ഗേറ്റ് സാധാരണ പ്രവേശനത്തിന് ഉപയോഗിക്കുന്നില്ല. വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും ശാന്തവും മനോഹരവുമായ അനുഭവം ലഭിക്കുന്നത് പകൽ ആദ്യ മണിക്കൂറുകളിലും സായാഹ്ന സമയത്തുമാണ്.